അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്നില്ലേ ഒരു മണിക്കൂർ കൊണ്ട് നല്ല അടിപൊളി ലഞ്ച് ഉണ്ടാക്കിയെടുക്കാം. നാടൻ ലഞ്ച്. നാടൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് മീനൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ്, ഉണക്ക ചെമ്മീൻ, ചക്കക്കുരുവൊക്കെ വെച്ചിട്ട് അടിപൊളി കറി. ഇപ്പോൾ എൻ്റെ ഉമ്മാക്കെല്ലാണെങ്കിൽ ഒരു മീൻ കറി ഇല്ലാണ്ട് ചോറ് കഴിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മഴയത്ത് അങ്ങനെ മീനൊന്നും അധികം കിട്ടാത്ത സമയത്തെല്ലാം നല്ല കറിയാട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഈ ഒരൊറ്റ കറി മതി. പക്ഷേ ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ച് അവിയൽ കൂടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ട് അതിൻ്റെ ഏകദേശം എക്സ്പയറി ഡേറ്റ് ആയിക്ക് ഇതാ മത്തനെല്ലാം കണ്ടില്ല, ഒരു സൈഡൊക്കെ അങ്ങനെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അതൊക്കെ കൂട്ടിയിട്ട് എന്തൊക്കെ കഷ്ണങ്ങളുണ്ടോ അതൊക്കെ വെച്ചിട്ടൊരു അവിയൽ, അല്ലാണ്ട് അങ്ങനെ പ്രോപ്പർ അവിയലൊന്നുമല്ല, ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു വെള്ളേരി ഉണ്ടേനു, കുറേ ദിവസമായി ഒരു പച്ചടി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് വെള്ളേരി വാങ്ങിക്കൊണ്ട് വച്ചിട്ട് അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അത് സാമ്പാറിന് എപ്പോഴും ഞാൻ മത്തൻ ഉപയോഗിക്കലുണ്ട്. അങ്ങനെ മത്തനൊക്കെ കൊണ്ടാച്ച് അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചക്കക്കുരു ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് നമുക്ക് എന്തായാലും വേഗം കുക്കറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള ഒന്നും പരിപാടികളൊന്നുമില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കറി. എന്തായാലും മസ്റ്റ് ട്രൈ ആണേ നിങ്ങളിത്. അപ്പോൾ ഇതിലേക്കൊരു മഞ്ഞൾ കുറച്ചിട്ട് കൊടുത്ത്, കുറച്ച് മല്ലി ഇട്ട് കൊടുത്ത്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവാൻ ആവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ ചക്കക്കുരു വേവുന്ന ഒരു സമയത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഞാനൊരു 4-5 വിസിലെങ്ങാനും എടുത്തിന് ഈ ഒരു ചക്കക്കുരു വേവിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ച് കുക്കർ തന്നെയല്ലേ എടുത്തിട്ടുള്ളത്, ഇനിയിപ്പോൾ വേറൊരു ചട്ടിയൊന്നും എടുക്കണ്ട. ലാസ്റ്റ് താളിച്ചിട്ട് ഒഴിക്കാൻ നമുക്ക് വേറൊരു ചട്ടി എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിൽ തന്നെ നമുക്ക് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ലാസ്റ്റ് മുരിങ്ങക്കായും നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി, ഒരു വിസിലും കൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് പച്ചക്കായ, ക്യാരറ്റ്, മത്തന്, വെള്ളേരി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുരിങ്ങക്കായ 2 എണ്ണേനുള്ളൂ, അതിപ്പോൾ നമുക്ക് ആ കറിക്ക് തന്നെ വേണം. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഈ ഒരു പച്ചക്കറി വഴറ്റിയെടുക്കും. അത്രയും പണിയുള്ളൂ. ഈ ഒരു പച്ചക്കറി കട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ടാസ്ക്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കറി, ഇപ്പോൾ മറ്റേ കറിക്കാണെങ്കിൽ ചക്കക്കുരു തൊലി കളയാനായിട്ട് കുറച്ച് സമയം വേണം, അതാ ഞാൻ 1 മണിക്കൂർ പറഞ്ഞു. നേരെ മറിച്ച് ആ പച്ചക്കറി കട്ട് ചെയ്യുന്നൊരു സമയമാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്, അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. ഈ ചെമ്മീൻ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ തലയിലൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുഞ്ഞാണ് തല എടുക്കാൻ കുറച്ച് പണിയാണ്, എന്നാൽ വേഗം കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു ഫ്ലേവർ, ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ചെമ്മീൻ എടുത്തിട്ട് ഈ തേങ്ങ തന്നെ അങ്ങ് അരച്ചെടുത്താളെ കേട്ടോ. എന്നാൽ ഈ കറീൻ്റെ ഒരു ഫ്ലേവർ വേറെ ലെവലായിരിക്കും. അപ്പോൾ ചക്കക്കുരുവെല്ലാം വെന്ത സമയത്ത് നമ്മൾ ഇതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്തല്ലോ കേട്ടോ. അല്ലാണ്ട് കൂടുതൽ വിസിലടിഞ്ഞാൽ പിന്നെ മുരിങ്ങക്കായ അവിടെ നിന്ന് തന്നെ അങ്ങ് അടിഞ്ഞാൽ ഇതായിപ്പോവും. അപ്പോൾ അത് വേണ്ട. ചോറ് വെന്തിട്ട് ഞാനിങ്ങനെ അത് വാർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനിടയിൽ മോള് കുറച്ച് പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ചായ മഴയത്ത് കുടിക്കുന്നത് നല്ലതാണ്. എന്നാൽ പിന്നെ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ സഹായിക്കും. പിന്നെ കുട്ടികളൊന്നും കുടിക്കൂല കേട്ടോ, ഞാൻ മാത്രം ഇവിടെ ഇഞ്ചി ചായ അങ്ങനെ ഇഷ്ടമുള്ളൂ. അപ്പോൾ തേങ്ങ നമ്മൾ അവിലിൻ്റെ തേങ്ങയാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏകദേശം ചെറിയൊരു തേങ്ങയാണ്, അപ്പോൾ ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട് ഞാൻ. അവിൽ തേങ്ങ ഉണ്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിലേക്ക് മഞ്ഞൾ, പിന്നെ ഈ പച്ചക്കറി ഇല്ലേ, ഞാൻ പച്ചമുളക് ഒരു 3 അല്ലി പച്ചമുളകും, പിന്നെ 3 പച്ചമുളകും, പിന്നെ കുറച്ച് ചെറിയ ജീരകവും ഒന്ന് ചതക്കിയിട്ടിട്ടിനെ, അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ അവിയലിന് എരിവും ഒരു ഫ്ലേവറും ഒക്കെ വേണ്ടിയിട്ട് എരിവിന് പച്ചമുളകും ഫ്ലേവറിന് ചെറിയ ജീരകവും അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മളിപ്പോൾ കൈകൊണ്ട് തിരുമ്മിയെടുത്ത തേങ്ങയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ നമ്മൾ ചെറുതായി ചിരകിയെടുത്ത തേങ്ങ ആയതുകൊണ്ട് അതിലേക്ക് കുറച്ച് കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം പുളിപ്പിന് ആവശ്യമായിട്ട് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുത്ത് നിറയെ കറിവേപ്പില ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക, അടച്ച് വെക്കാം. അന്ന് അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് കഴിഞ്ഞാലാണ് അവിയലിൻ്റെ ടേസ്റ്റ്. ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. ഒന്നുകൂടി അതൊന്ന് സെറ്റായി വരണം തണുത്തിട്ട്, അപ്പോഴാണ് അവിയലിൻ്റെ ടേസ്റ്റ്. ഓരോന്നിനോരോ ടേസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു കറി നമ്മളിനി ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ കടുകിട്ട് വറ്റൽമുളകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ കറി അതിലേക്ക് ഒഴിച്ചിട്ട് അരപ്പ് ഒഴിച്ചാൽ നമ്മൾ കറി റെഡി. ശരിക്കും പറഞ്ഞാൽ ഇതിന് അവിയലിൻ്റെ ഈ ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. ചക്കക്കുരു, മുരിങ്ങക്ക, ഈ ഉണക്കച്ചെമ്മീനിട്ട കറിയേ വേണ്ടു. അതിനോടൊപ്പം നമ്മൾ അവിയലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ എൻ്റെ പച്ചക്കറിയെല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ പിന്നെ അത് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് ഈ ഒരു കറി മതി, അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ഇപ്പോൾ എന്താ പറയണ്ടേ, നമുക്കിപ്പോൾ ചോറ് ഉച്ചക്ക് ആക്കണം, ഒന്നും കിട്ടാനില്ല സാധനങ്ങൾ. ചക്കക്കുരു വല്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയായി. ഉണക്കച്ചെമ്മീൻ എപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. പിന്നെ മുരിങ്ങക്കായും, അതുകൊണ്ട് ചക്കക്കുരു കിട്ടുമെങ്കിൽ മുരിങ്ങക്കായും ചെമ്മീനും നമുക്ക് ഒപ്പിക്കാം.
ചക്കക്കുരുക്കാണ് ചില സ്ഥലങ്ങളിൽ ക്ഷാമം എന്ന് പറയുന്നേക്കാം. അപ്പോൾ അൽഹംദുലില്ലാ നമുക്കിപ്പോൾ അത്യാവശ്യം ചക്കക്കുരു ഉണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ചക്കക്കുരുവിൻ്റെ ഉണ്ടയൊന്നും ഇടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഉമ്മ ഒരു ദിവസം ഉണ്ടാക്കി 2 പീസ് തന്നേന്. പക്ഷേ അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് എന്തായാലും ഒന്ന് ഇടിക്കണം. ഞാൻ എന്തായാലും നിങ്ങൾക്കും കൂടി ഷെയർ ആക്കും ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കി നമ്മൾ അവിയൽ റെഡിയായി, ഈ ഒരു കറി റെഡിയായി, ചോറ് റെഡിയായി. ഇതിനിപ്പോൾ മീൻ വറുത്ത വേണ്ട. സാധാരണ എൻ്റെ മക്കൾക്കെല്ലാം ഒരു മീൻ വറുത്തയോ എന്തെങ്കിലെല്ലാം ഒന്ന് പപ്പടമോ അങ്ങനെ എന്തെങ്കിലെല്ലാം വേണം. എന്നാലും ചോറ് അങ്ങോട്ട് സാദാ ചോറ് തിന്നാൻ ഭയങ്കര മടിയാണ്. പക്ഷേങ്കിൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ കൂടുതലായിട്ട് നമുക്ക് അലങ്കാരങ്ങളൊന്നും വേണ്ട. പിന്നെ ഞാൻ പിന്നെ പഴുത്ത മാങ്ങ അതൊരു എന്താ പറയുക സീസൺ കഴിയുന്നവരെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കിട്ടാനുള്ളൊരു അതൊരു എന്താ വേർഡ്സ് ഇല്ല, അത് നമുക്കൊരു ശീലമായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറിയും പിന്നെ അച്ചാർ ഞാൻ വെറുതെ അവിടെ വെച്ചതാണ് ഒരു ഭംഗിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അച്ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ അവിയലിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എല്ലാം കൂടി നിന്ന് അൽഹംദുലില്ലാ നല്ലൊരു ചോറ്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്ന് നമ്മൾ ചോറ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം വീഡിയോസ് ഇപ്പോൾ വളരെ കുറവാണ്, എൻ്റെ തിരക്ക് കൊണ്ടാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ എല്ലാവരും ഈ ഒരു കറി സാധനങ്ങളൊക്കെ കിട്ടുമെങ്കിൽ ഉണ്ടാക്കി നോക്ക്. ഈ ഒരു കറി മാത്രം മതി. ആ ചെമ്മീൻ ഇട്ടിട്ട് പിന്നെന്താണ് കുറച്ച് തേങ്ങ അരക്കാൻ മറന്നു പോറേ. അപ്പോൾ ഇൻഷാ അല്ലാ ലോങ് വീഡിയോയിലായിട്ട് എല്ലാവരും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. മാക്സിമം ശ്രമിക്കാൻ ഞാൻ സമയക്കുറവ് കൊണ്ടാണ്. നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ.